ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് വെച്ചിട്ട് കട്ട്ലറ്റാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് അതൊരു ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊരു 1/2 കിലോൻ്റെ അടുത്ത് ബീഫുണ്ട്. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്. എന്നിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ജസ്റ്റ് ബീഫ് ഒന്ന് മൊരിഞ്ഞു വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 3 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നിട്ട് ഉടച്ചെടുത്തതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങും ബീഫും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കട്ട്ലറ്റിൻ്റെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതൊന്നിനി ഷേപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ബോൾ പോലെ ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ഷേപ്പ് പോലെ വേണമെന്നുള്ളവർക്ക് അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇപ്പം എല്ലാനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട അടിച്ചതിലും ബ്രെഡ് ക്രംസിലും കൂടി ഇതൊന്ന് മുക്കിയെടുക്കണം. അതിനുവേണ്ടി 3 മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 2-3 പീസ് ബ്രെഡും ഒന്ന് മിക്സിയിൽ പൾസ് മോഡിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയെടുക്കുക. എല്ലാ കട്ട്ലറ്റും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുക. ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിനി കോരിയെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.